നെഗറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ ന്യൂനസംഖ്യകൾ ഇവ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, സബ്ട്രാക്ട് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്? കുറച്ച് റൂൾസ് ഉണ്ട് അല്ലേ? അതൊന്ന് ഒറ്റയടിക്ക് ഒരൊറ്റ വീഡിയോയിൽ നമുക്കൊന്ന് പഠിച്ചു വെക്കാം. ഒന്ന് നോക്കിയേ, നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് അഡിഷൻ ഓഫ് നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. എങ്ങനെയാണ് നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ കൂട്ടുന്നത്? ഓക്കെ, അപ്പോൾ അഡിഷൻ പറയുമ്പം അതിൻ്റെ കൂടെ തന്നെ സബ്ട്രാക്ഷനും കൂടെ അങ്ങ് പറഞ്ഞു പോകാം. കാരണം ഈ നെഗറ്റീവ് നമ്പേഴ്സിൽ അഡിഷൻ സബ്ട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്യൽ ഇച്ചിരി ടാസ്ക് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ അഡിഷനും സബ്ട്രാക്ഷനും ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു നെഗറ്റീവ് നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പം നമ്മൾ എന്താണ് ചെയ്യുക? അതായത് രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന നമ്പേഴ്സ് രണ്ടിൻ്റെയും സൈൻ എന്താണ്? നെഗറ്റീവാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സും വൈയും കൂടെ ആഡ് ചെയ്തിട്ട് സെയിം സൈൻ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇത് തന്നെയാണ് നമ്മൾ സാധാരണ പോസിറ്റീവ് നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. ഇത്രയും കാലം നമ്മൾ പഠിച്ച അഡിഷൻ അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, രണ്ട് നമ്പേഴ്സിൻ്റെ സൈന് സെയിം ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്തിട്ട് സെയിം സൈൻ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ ആഡ് ചെയ്യുന്ന രണ്ട് നമ്പേഴ്സിൻ്റെയും സൈന് സെയിം ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്തിട്ട് സെയിം സൈൻ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ആഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ സൈൻ വേറെ ആണെങ്കിൽ എന്താണ്? ഓക്കെ, അതായത് ഒന്ന് നെഗറ്റീവ് എക്സ് ആണ് പ്ലസ് പോസിറ്റീവ് വൈ ആണ്. ഓക്കെ, പോസിറ്റീവ് വൈ ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഒന്ന് പോസിറ്റീവ് എക്സ് ആണ്, ഒന്ന് നെഗറ്റീവ് വൈ ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. ഓക്കെ, വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. അതായത് മക്കളെ, ഇപ്പം നമുക്ക് തന്നേക്കുന്നതിൽ ഇപ്പം -15 + 5 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ സൈനൊക്കെ ഒഴിവാക്കിയിട്ട് 15 ആണോ 5 ആണോ വലുത്? 15 ആണ് വലുത്. 15ൽ നിന്ന് 5 കുറയ്ക്കുക, 10 കിട്ടും. എന്നിട്ട് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -10 ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെയാണെങ്കിൽ ഇവിടെ നമ്മൾ നോർമലി, അതായത് ഇപ്പം എക്സ് പ്ലസ് -20 ആണ്, 5 + -20 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിലേതാ വലുത്? സൈൻ ഒഴിവാക്കിയിട്ട് 5 ആണോ 20 ആണോ? 20 ആണ് വലുത്. അപ്പോൾ 20ൽ നിന്ന് 5 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടി? 15 കിട്ടി. വലുതിൻ്റെ ചിഹ്നം ഏതാ? നെഗറ്റീവാ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം -15. കിട്ടിയോ? ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത രണ്ട് നമ്പേഴ്സും സെയിം ആണെങ്കിൽ, സെയിം സൈൻ ആണെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് സെയിം സൈൻ അങ്ങ് ഇട്ട് കൊടുക്കുക. ഓക്കെ, നമ്മൾ ആഡ് ചെയ്യുന്ന രണ്ട് നമ്പേഴ്സും നെഗറ്റീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി വരുന്നത് ഇടയിൽ സബ്ട്രാക്ഷൻ വരുന്ന കേസാണ്. അതായത് -x -y ഇങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഓക്കെ, -x പോസിറ്റീവ് y. ഓക്കെ, പിന്നെ +x -y +x പോസിറ്റീവ്. ഇത്രയും കേസസിൽ ആകെ വരാനുള്ളൂ. അതെ, ഇനി നോക്കിക്കേ, നെഗറ്റീവും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അത് പോസിറ്റീവ് ആവും. അതായത് -x + y എന്നായിട്ട് മാറും. ഓക്കെ, ഇങ്ങനെ നെഗറ്റീവ് അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആവും. അപ്പോൾ ഇതെന്തായി? -x + y നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ഫോമിലേക്ക് മാറി. -x + y അല്ലേ? അപ്പോൾ ഇതിനെ ഈ ഫോമിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, ഒന്ന് നെഗറ്റീവ് ആണ്, ഒന്ന് പോസിറ്റീവ് ആണ്. ചെറുതിൽ നിന്ന് അല്ലെ, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന് സൈൻ ഇട്ട് കൊടുക്കുക എന്നുള്ളത് നമുക്കറിയാം അല്ലേ? ഈ കേസിലാണെങ്കിലോ നോക്കിയേ, ഇവിടെ ഇത് ശരിക്കും പ്ലസ് ആണ്, +y ആണ്. ഈ പ്ലസ് മൈനസും ചേർന്ന് കഴിഞ്ഞാൽ മൈനസ് തന്നെയാണ്. അതായത് -x + -y എന്നായിട്ട് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ -x -y എന്ന് എഴുതാം. അപ്പോൾ രണ്ടിൻ്റെ സൈൻ സെയിം ആയി. സോ -x + y. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ നടുവിൽ നെഗറ്റീവ് വരുന്ന കേസിനെ നമ്മൾ എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? നമ്മളിത് ഓൾറെഡി പഠിച്ചില്ലേ, ഈ 4 അതിലേക്ക് മാറ്റിയിട്ടാണ് എഴുതുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നെഗറ്റീവ് ഇങ്ങനെ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് ആവും. നെഗറ്റീവും പോസിറ്റീവും ആണെങ്കിൽ നെഗറ്റീവ് തന്നെയായിരിക്കും. ഓക്കെ, ഇവിടെ നെഗറ്റീവും ആണ്, അപ്പോൾ പോസിറ്റീവ് ആവും. -x + y എന്നാവും. അപ്പോൾ എന്താണ്? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. ഇവിടെയോ? ഇവിടെ പ്ലസും മൈനസും, അപ്പോൾ x - y തന്നെ വരും. ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ കേസ് നമുക്ക് അറിയാവുന്നതല്ലേ, സാധാരണ രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ക്ലിയർ? ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് വരുന്നത്. നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് വാല്യൂസ് വെച്ച് ചെയ്തു നോക്കാം. 15 -5 നോക്കിയേ, മൈനസും അടുത്തടുത്ത് വന്നു. അപ്പോൾ എന്താ വരിക? പ്ലസ് ആയിട്ട് വരും. 15 + 5 20 ആയിട്ട് വരും. ഇനി -15 -5 അപ്പോൾ എന്താ വരിക? -15 ഇവിടെ എന്ത് വരും? +5 വരും. അപ്പോൾ എന്താ ചെയ്യുക?
ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കാം. -10 വരും. ക്ലിയർ? പിന്നെ എന്താ വരിക? വേറൊരെണ്ണം ചെയ്ത് നോക്കാം. 20 + -2, അതായത് 20 പ്ലസും മൈനസും കൂടി ചേർന്ന് കഴിഞ്ഞാൽ -2. 20 - 2 18, 20 - 2 18. ഓക്കെ, ഇങ്ങനെയാണ് മക്കളെ ഓരോന്ന് ചെയ്താൽ മതി. ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ. ഇതോ, ഇത് നോക്കിയേ, -20 -2 അല്ലേ? ഇവിടെ പ്ലസ് ആണ് ശരിക്കും, വെറുതെ 2 എന്ന് പറഞ്ഞാൽ +2 ആണ് ശരിക്കും അർത്ഥം. നെഗറ്റീവും പോസിറ്റീവും കൂടെ വന്നപ്പോൾ നെഗറ്റീവായി. നോക്കിയേ, -20 -2, -20 -2. അപ്പോൾ എന്താ, രണ്ടും നെഗറ്റീവ് ആകുമ്പോൾ എന്താ, നമ്മൾ ആദ്യം ചെയ്തത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് സെയിം സൈൻ ഇട്ട് കൊടുക്കുക. അപ്പം -22. ഇത്രയേ ഉള്ളൂ. അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിനേക്കാൾ എളുപ്പമാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. ഓക്കെ, ഇതിനേക്കാൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇത് രണ്ടിനും, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒരേ റൂളാണ് കേട്ടോ. അതുകൊണ്ട് ഇത് ഒറ്റയടിക്ക് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന രണ്ട് നമ്പേഴ്സ് രണ്ടിൻ്റെയും സൈന് സെയിം ആണെങ്കിൽ, അതായത് x × y ആണെന്ന് വിചാരിക്കാം, അതായത് +x × +y, അല്ലെങ്കിൽ -x × -y ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഈ രണ്ട് കേസിലും എന്താ, രണ്ടിൻ്റെയും സൈൻ സെയിം ആണ്. ഇവിടെ രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ആണ്, ഇവിടെ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. ഈ രണ്ട് കേസിൽ നമുക്ക് കിട്ടുന്ന ഉത്തരം +x × y എന്നാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നെഗറ്റീവ് × നെഗറ്റീവ് ചെയ്താലും പോസിറ്റീവ് നമ്പറാണ് കിട്ടുക, പോസിറ്റീവ് × പോസിറ്റീവ് ചെയ്താലും പോസിറ്റീവ് നമ്പറാണ് കിട്ടുക. നേരത്തെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കേസ് അല്ലേ. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന, ഗുണിക്കുന്ന രണ്ട് സംഖ്യകളുടെയും ചിഹ്നം നെഗറ്റീവ് ആണെങ്കിൽ, രണ്ടും ന്യൂനസംഖ്യ ആണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് സംഖ്യയാണ് കിട്ടുക. ഇനി ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ -x × +y, അല്ലെങ്കിൽ +x × -y, ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഉത്തരം മൊത്തത്തിൽ നെഗറ്റീവ് ആവും. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ഡിവിഷനും. രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം +x/y ആണ്. ഓക്കെ, ഇതേപോലെ ഒന്ന് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ, ഏതെങ്കിലും ന്യൂമറേറ്ററോ ഡിനോമിനേറ്ററോ ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം -x/y ആണ്. സിമ്പിൾ അല്ലേ? ഇത് രണ്ടും കണക്ട് ചെയ്ത് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്നതേ ഉള്ളൂ അല്ലേ? രണ്ടും കണക്ട് ചെയ്ത് അങ്ങനെ അങ്ങ് പഠിച്ചൂടെ അല്ലേ? യെസ്. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. -2 × ഇതിപ്പോൾ ഏതാ ലെറ്റർ? -2 × 5. -2 × 5, ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും. അപ്പോൾ എന്താ വരിക? -10. പിന്നെ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ എന്താ വരിക? -2 × -5, അപ്പോൾ +10 ആണ് വരിക അല്ലേ? പിന്നെ ഉള്ളത് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. അപ്പോൾ എന്തായിരുന്നു ഉത്തരം? നെഗറ്റീവാണ്. അപ്പോൾ 35/7 എന്ന് പറഞ്ഞാൽ 5 ആണ്, പക്ഷെ ഉത്തരം നെഗറ്റീവ് ആയിരിക്കണം. ക്ലിയർ? ഇനി എന്താ, 5 × -2 / 4. നോക്കിയേ, 5 × -2, ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും, അപ്പോൾ -10 വരും, താഴെ 4 വരും. ഇത് സിംപ്ലിഫൈ ചെയ്യലല്ല ഇവിടുത്തെ കാര്യം, നെഗറ്റീവാണ്. സോ -5/2 എന്ന് വരും. കണ്ടോ? ഇത്രയേ ഉള്ളൂ നെഗറ്റീവ് സംഖ്യകളുടെ കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലും ഹരിക്കലും ഒക്കെ എളുപ്പമാണ്. ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ ഓർത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാഠത്തിൽ നിന്നുള്ള ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും.